വെൽക്കം ഓൾ, താങ്ക്സ് ഫോർ ജോയിനിങ് മീ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഷാർജ ഷേക്ക് ആണ്. ഈ സമ്മറിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, കുട്ടികളുടെ പ്രിയപ്പെട്ട ഷാർജ ഷേക്ക്. 5 മിനിറ്റിനകം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഷാർജ ഷേക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ സ്പെഷ്യൽ ഷാർജ ഷേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി ആദ്യം ഞാൻ എടുക്കുന്നത് കപ്പലണ്ടിയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഉണ്ട്. 2 ടേബിൾ സ്പൂൺ തൊലി കളഞ്ഞ കപ്പലണ്ടി. ഇതിന്റെ കൂട്ടത്തില് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് എടുക്കാം, എന്നാലും കുറച്ച് മധുരം വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തത്. ആദ്യം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഞാലിപ്പൂവൻ പഴമാണ് എടുക്കുന്നത്, ചെറുപഴം. അപ്പൊ നിങ്ങൾക്ക് പാളയത്തിന്റെ പഴം വേണമെങ്കിലും എടുക്കാം, ഞാലിപ്പൂവൻ പഴമായിരിക്കും നല്ലത്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഇതുപോലെ ഒരു പഴം മതിയാവും, ഇല്ലെങ്കിൽ ഈ പഴത്തിന്റെ ചുവ മുന്നിട്ട് നിൽക്കും, അത് നന്നാവില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പഴം ഇതിലോട്ട് എടുക്കാം. ഇനി ഞാൻ ഇടുന്നത് ബൂസ്റ്റ് ആണ്. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്. നിങ്ങളുടെ ഹോർലിക്സ് ആണെങ്കിൽ ഹോർലിക്സ് ഇടാം. സാധാരണ ഷാർജ ഷേക്കിൽ ഹോർലിക്സ് ആണ് ഇടാറുള്ളത്. പക്ഷെ നമ്മുടെ ചോക്ലേറ്റ് ഷാർജ ഷേക്കിൽ ഇതുപോലെ ബൂസ്റ്റ് ഇടാറുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ബൂസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റ് ഇടുന്നത്. ഹോർലിക്സ് ഉള്ളവർക്ക് ഹോർലിക്സ് ഇടാം. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ പാൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കവർ പാൽ, അത് 1/2 ലിറ്റർ പാലാണിത്. അപ്പൊ ഒന്ന് പകുതി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ടിയാണ് ഇപ്പൊ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അടിച്ച് ലൂസാക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് ലൂസാക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് കട്ടിയാവുന്നതാണ് നല്ലത്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ സ്കൂപ്പ്. അപ്പോൾ നിർബന്ധമല്ല, ഇത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് നല്ലതാണിത്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ പാലൊഴിക്കാം. അപ്പോൾ ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാനതിന് ടോപ്പിംഗ് ആയിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് കപ്പലണ്ടി പൊടിച്ച് തന്നിട്ടുണ്ട്.